ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി ഗോമതി സ്റ്റോർ തുറക്കാനായിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. രാമേട്ടനും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട് മോള് തന്നെ കട തുറക്കുമെന്ന് പറയാം. അത് വേണ്ട, രാമേട്ടൻ തുറന്നാൽ പോരെ, അതല്ല ഐശ്വര്യമായിട്ട് മോള് തന്നെ തുറക്കുക. എന്തായാലും ഒരു സ്ത്രീയായിട്ട് അഭിമാനിക്കാമല്ലോ. കാരണം നമ്മുടെ സ്റ്റോറിന് പോലും ഗോമതി എന്നുള്ള പേരാ. അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് തുറന്നോ എന്ന് പറയാട്ടോ. അങ്ങനെ രാമേട്ടൻ്റെ ആ ഒരു ഇൻസ്പിറേഷനും കൂടെ കിട്ടുമ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവണം. ദേവി തന്നെ കടയൊക്കെ തുറക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ഷട്ടറും കൂടെ ഞാനങ്ങ് തുറന്നോട്ടെ. പിന്നെന്താ മോളെ തുറന്നോ എന്ന് പറഞ്ഞിട്ട് ദേവി എന്നെ തുറന്ന് അകത്ത് കയറും കേട്ടോ. ദേവിക്കാണെങ്കിൽ ഒരു കുട്ടികൾ കളിപ്പാട്ടം കിട്ടുന്ന പോലത്തെ ഒരു സന്തോഷമാണ് കേട്ടോ അതിനകത്ത് വന്ന് കയറുമ്പോൾ. അങ്ങനെ രാമേട്ടൻ കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. മോൾ അവിടെ ഇരിക്കണം, ഇവിടെ ഇരുന്ന് വേണം കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനും പൈസ വാങ്ങാനും. പിന്നെ വന്ന് ഓരോ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ ഇടപഴകണം. ഒരുപാടങ്ങ് സംസാരിച്ച് അവരുടെ അടുത്ത് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മൾ മര്യാദയ്ക്ക് നല്ല നീറ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും വരും, മോളൊന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവി ആ മേശയൊക്കെ തുറന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഇതിനിടയിൽ കൂടെ ഒരു കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നോടനെ ചോദിക്കുന്നുണ്ട്, അയ്യോ ബാലേട്ടൻ എന്തിയെ എന്ന് ചോദിക്കുക കേട്ടോ. ബാലിന് ചെറിയൊരു വീഴ്ചയായിട്ട് നടു കൊടുക്കാൻ വയ്യാത്തതുകൊണ്ട് വീട്ടിലുണ്ട്. അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഇനി കാണത്തില്ല. അതുകൊണ്ട് മൂത്ത മരുമോളാണ് ഇത്, ശ്രീദേവി. ദേവിയാണ് ഇപ്പം കൗണ്ടറിൽ ഇരിക്കുന്നത്. ഓ അത് ശരി, എന്താ വേണ്ട? എനിക്കൊരു അരിപ്പൊടിയും ഗോതമ്പൊടിയും തന്നാൽ മതി എന്ന് പറയാം കേട്ടോ. അങ്ങനെ അരിപ്പൊടിയും ഗോതമ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുക കേട്ടോ പൈസ. അപ്പോൾ ചില്ലറയില്ലല്ലോ, ചില്ലറയില്ല എന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ ദേവി ഇങ്ങനെ ആദ്യം നോട്ടിലേക്കൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടനെ രാമേട്ടൻ പറഞ്ഞു, മോളെ ബാക്കി എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ, വേണ്ട രാമേട്ടനൊന്നും പറയണ്ട, എനിക്ക് കണക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ പിന്നെ ബാക്കി കൊടുക്കാനൊക്കെ എനിക്കറിയാം. അങ്ങനെയൊക്കെ പറഞ്ഞു പൈസയൊക്കെ കൊടുത്ത് അതൊക്കെ വാങ്ങി കണ്ണിലൊക്കെ തൊട്ട് വയ്ക്കുക. എന്നിട്ട് പോയി അയാളോട് പറയാം, വീണ്ടും വരണേ, നാളെയും വരണേന്ന്. അപ്പോൾ തന്നെ രാമേട്ടൻ പറയാം, മോളെ ആരോടും അങ്ങനെ പറയരുത്. കസ്റ്റമേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അവർ വരും, വന്ന് സാധനങ്ങൾ വാങ്ങും. അല്ലാതെ നാളെയും വരണമെന്ന് നമ്മൾ അവരോട് പറയരുത്. അതിനെന്താ രാമേട്ട, പറയണോണ്ട് എന്താ കുഴപ്പം? ഇല്ല മോളെ, അങ്ങനെ പറയണ്ട, അത് ശരിയാവില്ല. അങ്ങനെ പറഞ്ഞാലേ നമ്മളുടെ ആ ഒരു വിശ്വാസം പോയതിനേക്കാളും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വരും, അതാ വേണ്ടത്. ശരി എന്ന് പറഞ്ഞ് ഉപദേശിക്കട്ടോ. പക്ഷേ ഇത്രയും നേരമായിട്ട് ആകാശിനെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിക്കട്ടോ. ധർമ്മമാമനെയും കണ്ടില്ല, ആകാശിനെയും കണ്ടില്ലല്ലോ കടയിൽ എന്ന് ചോദിക്കുമ്പോൾ രാമേട്ടൻ പറയണ്ട, അവരിപ്പോൾ വരും മോളെന്ന്. പക്ഷേ ആകാശ് കടയിൽ പോകില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അച്ഛനല്ലല്ലോ, ദേവിയല്ലേ കൗണ്ടറിൽ ഇരിക്കുന്നത്. ദേവിയുടെ നന്നായിട്ട് അറിയാമല്ലോ അവർക്ക്, അതുകൊണ്ട് തന്നെ പോകാൻ മടിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് ദേവിയെട്ടി, അങ്ങനെയൊന്നുമല്ല, നല്ല പോലെ കടയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. ഇപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ. അതിനച്ഛൻ നമ്മളെ ആരെങ്കിലും ഇരുത്തിയാൽ പോരായിരുന്നോ? അവരെ പിടിച്ച് അവിടെ ഇരുത്തേണ്ട ആവശ്യം എന്താ? അവരുടെ നാക്ക് നിനക്ക് അറിയാമെന്നുള്ളതല്ലേ. ഒരു കാർ ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞ് ഓരോന്നും പറഞ്ഞുണ്ടാക്കി വെച്ചു. അതിൻ്റെ പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടെ കൂടെ കടയിൽ പോയി ഇരിക്കുക അവർ. ഇനി അവിടെ ചെന്നിട്ട് അവർ വല്ലതും പറയും, എനിക്കങ്ങോട്ട് പിടിക്കില്ല, ഞാൻ എന്തേലും പറയും, ദേ മീനാക്ഷി എന്നൊക്കെ ഇങ്ങനെ പറയാം. ദേ ആകാശം എന്തായാലും ദേഷ്യപ്പെടല്ലേ, നമ്മുടെ അച്ഛൻ്റെ അവസ്ഥ ആകാശം മനസ്സിലാക്കണ്ടേ. എന്തൊക്കെ തന്നെയായാലും ആകാശ് കടയിലേക്ക് പോകണം. ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ, താമസിച്ചിട്ട് ഞാൻ പോകണോളൂ എന്നുള്ള വാശിയില്ല കേട്ടോ. അങ്ങനെ ആകാശിനെ വല്ല എങ്ങനെയെങ്കിലുമൊക്കെ മീനാക്ഷി സമാധാനിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്തെ റൂമിലിരുന്ന് എങ്ങനെയോ ആ കോവളം ബീച്ചിൽ ഒരു ബോഡി വന്ന് അടിഞ്ഞിട്ടുണ്ടെന്ന് കേട്ട നേരം മുതലേ മിത്രയുടെ പ്രശ്നങ്ങൾ ആകെ കൂടിയിട്ടുണ്ട് കേട്ടോ, ടെൻഷനായിട്ട്. അങ്ങനെ ആര്യൻ മിത്രയ്ക്ക് നല്ല വഴക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇങ്ങനെ അനാവശ്യത്തിനും ആവശ്യത്തിനും ഒക്കെ ടെൻഷൻ അടിക്കില്ലേ, നിനക്ക് മാത്രമല്ല എനിക്കും ഉണ്ട് ടെൻഷനും കാര്യം എന്നും പറഞ്ഞ് എല്ലാത്തിലും പോയി തലവെച്ച് കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് ആരാ എന്താന്നൊക്കെ നമുക്ക് അവിടെ പോയി നോക്കാൻ പറ്റുമോ? അത് പിന്നെ പ്രശ്നമാവില്ലേ, എന്തിനാ വന്നത് ആരാന്നൊക്കെ ചോദിക്കൂലേ. ഇപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയി ബോഡി കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും ഉള്ള സമയമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അത് എപ്പോഴേ അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് പോലീസ് അവിടെ നിന്ന് മാറ്റി കാണും. പിന്നെ നമ്മളവിടെ ചെല്ലുന്നതിൽ ഒരു അർത്ഥമില്ല മിത്ര എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷേ മിത്ര വീണ്ടും പേടിച്ച് വരച്ച് ആകാശിനോട് പറഞ്ഞു, ആകാശ് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരാന്ന് കണ്ടാൽ നമുക്ക് സമാധാനം ആവുമല്ലോ, മിഥുനല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഒരു മനസ്സിന് സമാധാനം, അത്രയേ ഉള്ളൂ. നിനക്ക് മാത്രമല്ല മിത്രേ, എനിക്കും ഉണ്ട് സമാധാനക്കേട് എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുമോ എല്ലാവരോടും? ഇല്ലല്ലോ, നീ കുറച്ചുകൂടെ പക്വത കാണിക്കണം മിത്രേ, നിൻ്റെ കൂടെ എല്ലാത്തിനും ഞാനുണ്ടെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതം സ്വസ്ഥമായി പോകണം, ഞാനൊരു ഭർത്താവല്ലേ, പിന്നെ എനിക്കുമില്ലേ ആഗ്രഹങ്ങൾ, അതുകൊണ്ട് കൂടെയാണ് ഞാനും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. അതുകൊണ്ട് നീ ദേവി ചെയ്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ടെൻഷനാക്കരുത് കേട്ടോ, സമാധാനപ്പെട്ടേരി, എന്നെയും കൂടെ ടെൻഷനാക്കല്ലേ എന്ന് പറയാം. അങ്ങനെ രണ്ടുപേരും കൂടെ സമാധാനിക്കുകയാണ് പരസ്പരം. ഇതിനിടെ കൂടെ
നമ്മുടെ ബാലൻ ധർമ്മനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ ഒരു ആശുപത്രിയിലേക്ക് ചെന്ന് മിഥുനെ അന്വേഷിക്കുന്ന കാര്യം പറയുകയാണല്ലോ. അത് കേട്ടും കൊണ്ട് നേരെ ധർമ്മൻ ആശുപത്രിയിലേക്ക് ചെല്ലുക കേട്ടോ. അവിടെ പോയി സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, ഒരു പയ്യൻ ഗോമതിസ്റ്റുള്ള ബാലൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ആക്കിയിട്ടുള്ള ആളെ അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ വന്നത്? ആ അതെ, എനിക്കൊന്ന് കാണണം. എന്നാൽ ഡോക്ടർ ഏതാണെന്നൊക്കെ ചോദിക്കട്ടെ, ഡോക്ടറെ പോയി കാണാം, എന്നിട്ട് കാണാമെന്ന് പറയാം. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അളിയന് തീരെ വയ്യാത്തതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞത്. ആ പയ്യന് എന്തെങ്കിലും ആവശ്യമുണ്ടോ, എങ്ങനെയുണ്ട് ആ പയ്യന്, ആഹാരം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണോ, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കണ്ടോ ബാലൻ, അയാൾ എത്ര നല്ല മനുഷ്യനാ. വഴി കിടന്നൊരു ചെറുപ്പക്കാരനെ ആശുപത്രി കൊണ്ട് എത്തിച്ചത് പോരാഞ്ഞ് ജീവൻ രക്ഷിച്ചു. അതും പോരാഞ്ഞിട്ട് അയാൾക്ക് എങ്ങനെയുണ്ട് എന്തായെന്ന് അന്വേഷിക്കാൻ ആളെ വിടുക ചെയ്യുന്നു. ഇങ്ങനെ വേണം മനുഷ്യർ. ഇതേപോലെ എത്ര പേര് കാണും ലോകത്ത്. അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, അതെ ഡോക്ടറെ, എൻ്റെ അളിയൻ പഞ്ചപാവമാണ്, ഒരു അനാഥനായിട്ടാണ് വളർന്നത്. അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാവരോടും ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഇതുപോലുള്ള ആളെ കിട്ടാൻ തന്നെ ഭാഗ്യം ചെയ്യണം. പിന്നെ അയാൾക്ക് ഇതുവരെ ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല. പിന്നെ പോലീസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വന്നാൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ സഹകരിച്ചോളണം. നിങ്ങൾ ഒരു കാര്യം ചെയ്ത് പോയി കണ്ടോളൂ എന്ന് പറയാട്ടോ. അങ്ങനെ ധർമ്മൻ അയാളെ പോയി കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് എണീക്കുമ്പോഴാണ് പോലീസ് വരുന്നത്. അങ്ങനെ പോലീസ് വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ആരാ, എന്താ, അപ്പോൾ ഈ പയ്യന് ഇങ്ങനെ അയാളെ കാണാൻ വന്നെന്നൊക്കെ പറയുമ്പോൾ ധർമ്മനായിട്ട് വരട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ധർമ്മൻ ചെറുതായിട്ടൊന്ന് പേടിക്കുകയാണ്. നീ ആരാ, എന്താ, അവൻ്റെ ആരാ, എങ്ങനെ അവന് അത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ധർമ്മന് കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയില്ലല്ലോ. ബാലൻ പറഞ്ഞ കാര്യം മാത്രമല്ലേ അറിയൂ, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ധർമ്മനാണെങ്കിൽ വിക്കിയൊക്കെ പറയുന്നുണ്ട്. ധർമ്മൻ പോലീസ് പോയി എന്തായാലും നിങ്ങളിപ്പോൾ അയാളെ കാണേണ്ട ആവശ്യമില്ലെന്ന് പറയാം കേട്ടോ. അങ്ങനെ ധർമ്മനെ മിഥുനെ കാണാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല. ധർമ്മൻ അയാൾ ആരാന്ന് എന്താണെന്ന് കാണാനും പറ്റിയിട്ടില്ല. ധർമ്മൻ അങ്ങ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോലീസ് ആ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പറയാം, എനിക്ക് ചെറിയ സംശയമുണ്ട്, അങ്ങനെ എല്ലാവരെയും കയറ്റി ഇങ്ങനെ കാണിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറയാം കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കടയിലാണ് വീണ്ടും കാണിക്കണത്. അപ്പോൾ നമ്മൾ ദേവിയും രാമേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോ കാര്യങ്ങൾ തന്നെയാണ് അവരിങ്ങനെ സംസാരിക്കണം കേട്ടോ, കടയിലെ കാര്യങ്ങളും. അപ്പോൾ ഇതുവരെയായിട്ടും ആകാശനും കണ്ടില്ലല്ലോ ആ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ ഗോമതി ബാലനോടും പറയുന്നുണ്ട് ദേവിയെ വിട്ടത് ശരിയായില്ല എന്ന്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, അത് ശരിയായ നീ അങ്ങനെ പറയരുതേ, കാര്യം എത്രയൊക്കെ തന്നെ ആയാലും ഒരാവശ്യം വന്നപ്പോൾ ദേവി പോകാമെന്ന് സമ്മതിച്ചല്ലേ, അത് അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷേ അത് ശരിയായില്ല, ആകാശിനെയോ ധർമ്മനോ ആരെങ്കിലും ഇരുത്തിയാൽ പോരായിരുന്നോ എന്നോ. വീണ്ടും ബാലൻ അങ്ങനെ സമ്മതിക്കുന്നില്ല കേട്ടോ, ദേവിക്ക് സപ്പോർട്ടാണ് പറയുന്നത്. ഇത് കേട്ട് ഗോമതിക്ക് ദേഷ്യം വന്ന് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ബാലൻ വീണ്ടും ആലോചിച്ചെടുക്കുക കേട്ടോ. അവിടെ അടികൂടിയ സമയത്ത് ഉദയഭാനുവിനെ പോലെ ഒരാളിനെ കണ്ടില്ലേ, ആ നല്ല മുഖച്ഛായയും ആ ശബ്ദവും ഒക്കെ പരിചയമുണ്ടെന്ന്. അവസാനം ഉദയഭാനു സാറിനെ പോലെ ഇരിക്കുന്നല്ലോ എന്നൊരു തോന്നലും കൂടെ ബാലൻ അവിടെ വെച്ചുണ്ടായി. വീണ്ടും ഉദയഭാനുവിൻ്റെ മുഖമാണെങ്കിൽ ഇങ്ങനെ ഓർത്തെടുത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ബാലൻ. അതാണ് അവിടെ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ആകാശ് കടയിലേക്ക് വന്ന പാടെ തന്നെ, ഓ അത് ശരി, എന്താ താമസിച്ചേ, ഓ അതിനിപ്പോൾ എന്താ ഇനി വേണം കുറച്ച് ദിവസമൊക്കെ എനിക്കിത് സമാധാനത്തോടെ ഇരിക്കും. രാവിലെ നേരം വെളുത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വസ്ഥതയില്ല. സാധാരണ അച്ഛനുള്ളപ്പോൾ അങ്ങനെയാണല്ലോ, ഇന്നിപ്പോൾ ദേവിയെടുത്തിയാണ്ട് എന്തും ചെയ്യാന്നുള്ള രീതിയിൽ ആകാശ് വലിയ ഗമയടിച്ചങ്ങ് സംസാരിക്കുക കേട്ടോ. അവസാനം ദേവി ഇങ്ങോട്ട് എണീറ്റ് വന്ന് പറഞ്ഞ, ആകാശം അതൊക്കെ ഇന്നലെ വരെയുള്ള കാര്യം, അച്ഛനിരിക്കുമ്പോൾ, പക്ഷേ ഇനി മുതൽ അതൊന്നും പറ്റത്തില്ല. കൃത്യസമയത്തിന് കട തുറക്കുമ്പോൾ ആകാശ് ഇവിടെ ഉണ്ടായിരിക്കണം. ഇനി സമയം വന്നില്ല എന്നുണ്ടെങ്കിലേ അന്നത്തെ ദിവസം ശമ്പളം ഞാനങ്ങ് കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആകാശിനെ അങ്ങോട്ട് ശരിക്കും വരട്ടുന്നുണ്ട് കേട്ടോ ദേവി. ആകാശ് ആകെ പെട്ടെന്ന് നിൽക്കുക കേട്ടോ. എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.